നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. നിഫ്റ്റി അങ്ങനെ കാത്തിരുന്ന് ഇന്നലെ നമുക്ക് ഓൾ ടൈം ഹൈ ലഭിച്ചു. US മാർക്കറ്റ് താങ്ക്സ് ഗിവിംഗ് ഡേ കാരണം മാർക്കറ്റ് ഇന്നലെ അവധിയായിരുന്നു. US നിന്ന് ഈ ഒരു മണിക്കൂറുകളിലുള്ള വാർത്ത വൈറ്റ് ഹൗസിന് സമീപം വെടിവെപ്പ് ഉണ്ടായി, നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥർ ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ US നിന്ന് നമുക്ക് റീസെൻ്റായിട്ട് വരുന്ന വാർത്ത. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ FISൻ്റെ പങ്കാളിത്തം വേണം. FIS ഇന്നലെ 1255 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പുള്ള 2 ദിവസം FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സായിരുന്നു. വെറും ബൈ അല്ല, 26-ാം തീയതി ഏകദേശം 4778 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൈയിങ് ആണ് നിഫ്റ്റീനെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കൊണ്ടുപോയത്. ഇനി മുന്നോട്ട് നിഫ്റ്റിക്ക് പോകണമെങ്കിൽ FISൻ്റെ ഭാഗത്തു നിന്നുള്ള കനത്ത പങ്കാളിത്തം കൂടിയേ തീരൂ. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളുടെ എല്ലാം തന്നെ പ്രകടനം നമുക്കൊന്ന് നോക്കി വരാം. ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങാം. നിഫ്റ്റി 26,416, ക്ലോസ് കാണാം 26,393. അതായത് നിഫ്റ്റി ഒരു സ്ലൈറ്റ്ലി ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ 82 പോയിൻറ്റ് പ്ലസ് ആണ്. ബിറ്റ് കോയിൻ 90,000 എത്തി. ബ്രന്റ് ഓയിൽ 62. ഗോൾഡ് $28 ഉയർന്ന 4186. ഈ വൈറ്റ് ഹൗസിൻ്റെ ഇഷ്യൂ ആവാൻ കാരണം, ഗോൾഡ് ഉയരാൻ കാരണം, അതിന് താഴെയുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസ് ആണ് നടത്തിയത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാവുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അദാനി എൻ്റർപ്രൈസസ് കമ്പനി, അവർ ഡിഫൻസ് സിസ്റ്റം ടെക്നോളജി കമ്പനി പ്രൈം എയറോ സർവീസിന് 72% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയാണ്. അങ്ങനെ അദാനി എൻ്റർപ്രൈസസ് ഈ ഒരു ഡിഫൻസ് സെക്ടറിലേക്ക് കടന്നു വരികയാണ്. 820 കോടി. അദാനിക്ക് ഓൾറെഡി ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനീസ് ഉണ്ട് കേട്ടോ. TCS 5 ഇയർ കോൺട്രാക്ട് സാപ്പ് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. ബജാജ് ഹെൽത്ത് കെയർ കമ്പനി, ഇവർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ശ്രീ വെട്ടുരാമൻ ശ്രീകുമാറിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. വിപ്രോ IT കമ്പനിയാണ്. ഒഡിഡോ എന്ന് പറയുന്ന നെതർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു IT കമ്പനിയായിട്ടൊരു കോൺട്രാക്ട് സൈൻ ചെയ്തു. അശോക ബിൽഡ്കോൺ കമ്പനി, കഴിഞ്ഞ ദിവസം ഇവരുടെ സൈറ്റിൽ ഒരു ഡ്രൈവർ മരണപ്പെട്ടിരുന്നു. അപ്പോൾ അത് കാരണം ഈ നാഷണൽ ഹൈവേ അതോറിറ്റി പുതിയ ബിഡുകളെല്ലാം തന്നെ സമർപ്പിക്കാൻ അശോക ബിൽഡ്കോണിന് 2 മാസത്തെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തി എന്നുള്ള ന്യൂസുണ്ട്. ഗ്ലോബൽ ഹെൽത്ത് കെയർ കമ്പനി, ഇവർ നോയിഡയിലെല്ലാം തന്നെ 550 ബെഡ് കപ്പാസിറ്റി ഉള്ള പുതിയ ഹോസ്പിറ്റൽ അവർ അക്വയർ ചെയ്തു. ഹോസ്പിറ്റലിൽ ഗ്ലോബൽ ഹെൽത്ത് കെയർ മാത്രമല്ല, ഇന്ത്യയിൽ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ കമ്പനികളെല്ലാം തന്നെ ബെഡ് കപ്പാസിറ്റി വളരെ ശക്തമായ രീതിയിൽ വളർത്തുന്നുണ്ടെന്നുള്ള ന്യൂസുണ്ട്. അതുപോലെ ഈ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വിദേശത്തു നിന്നും ഗണ്യമായ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. ടാറ്റ ടെക്നോളജി കമ്പനി, ഇവർ $75 മില്യൺ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനീനെ അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസ്. എംക്വറെ ഫാർമ കമ്പനി, പുതിയ മെഡിസിൻ അല്ല കേട്ടോ, മഹാരാഷ്ട്രയിൽ GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഓഫീസ് പ്രൊമൈസസിൽ, ശ്രദ്ധിക്കുക. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി, പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. RVNL കമ്പനി, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് 10 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള ലെമൺ ട്രീ ഹോട്ടൽ നോയിഡയിൽ അവരൊരു പുതിയ ഹോട്ടൽ അക്വയർ ചെയ്തു. ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും അക്വയർ ചെയ്തു. ലെമൺ ട്രീയുടെ പറ്റി പറയുമ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് വരികയാണ്, ട്രാവൽ വരികയാണ്. ഈ ഹോട്ടൽ രംഗത്തുള്ള കമ്പനീസ് എല്ലാം തന്നെ ശ്രദ്ധയിലേക്ക് വരും. കാരണം ഹോട്ടലിൻ്റെ പ്രൈസ് ഡബിളും ത്രിബിളും ആകാൻ പോവുകയാണ്. റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് കമ്പനി, അവർക്ക് 100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഓറിയൻ്റ് ഇലക്ട്രിക് കമ്പനി, അവർക്ക് 51 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് നമുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ലൈവിൽ പങ്കെടുക്കുക. എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിൻ്റെ സംശയങ്ങൾ നമുക്കപ്പോൾ ക്ലാരിറ്റി നടത്തുക. അപ്പോൾ ലൈവ് വൈകിട്ട് 7 മണിക്കുണ്ടാവും. അപ്പോൾ ലൈവിൽ വരാം. ശുഭദിനം. താങ്ക് യു.